പ്രതിപക്ഷ നേതാവ് ഈ ഡീലുമായി ബന്ധപ്പെട്ടത്, അതായത് BJPയും CPMുമായിട്ടുള്ള ഡീലിനെ കുറിച്ച് പറയുന്നു. അതിപ്പോൾ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, നമ്മളോടടക്കം പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം അതിനെക്കുറിച്ച് പല ആവർത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഡീലിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട്. തെരഞ്ഞെടുപ്പ് വേദിയിൽ നിൽക്കുകയാണ്. ആ ഡീൽ ആരോപണത്തെ പ്രതിരോധിക്കുന്നത് CPM ആണ്. അവിടെ ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിച്ച ഭാഗം മാത്രം അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ സംശയം വേണ്ട, പ്രതിപക്ഷ നേതാവിന് ആരോപണം ഉന്നയിക്കാം. അതിൽ ഇത്തരം തലങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാം എന്നുള്ളതിൽ നിന്നുകൊണ്ട് ഞാൻ അത് മാറ്റി വയ്ക്കാം. പക്ഷേ എൻ്റെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുദ്ദേശിച്ചിട്ടാണ് എന്നുള്ള പ്രശ്നമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അമിതാധികാര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇത് മാത്രമല്ല അതിനുദാഹരണം. കുറേ സംഭവങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ SIR മുതൽ അത് ആ നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിവിടെ മാത്രം സംഭവിക്കുന്നതുമല്ല. നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പ്രോ ആക്റ്റീവായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റിക്കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നു. അത് സുതാര്യമായ തെരഞ്ഞെടുപ്പ്, നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ്, ഇത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് എന്നൊറ്റയടിക്ക് വിശ്വസിക്കാവുന്ന സാഹചര്യം രാജ്യത്തുണ്ടോ? അതാണ് എൻ്റെ പ്രശ്നം.